ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് വൈജയോട് പറയുന്നുണ്ട്, അമ്മ അലീന ചേച്ചി പാവാണ്, മൂർഖം പാമ്പ് പോലും അലീന ചേച്ചിയുടെ അടുത്ത് വിഷമില്ലാതെ ആക്കിത്തരും അലീന ചേച്ചി, അത്രയും അലീന ചേച്ചി നല്ലത് ചേച്ചിയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഇനിയിപ്പോൾ അച്ഛനോട് എന്താ പറയേണ്ടത് ചോദിക്കുന്നുണ്ട് കൃഷ്ണമോള്. ആ സമയത്ത് വൈജ പറയുന്നുണ്ട്, ഇത്തിക്കണ്ണി അച്ഛൻ്റെ മേലിൽ കയറിയ പോലെയാണെന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താ, അച്ഛനോട് പറഞ്ഞാൽ അച്ഛന് മനസ്സിലാവുമെന്ന് പറയുന്നത്. എന്തായാലും കൃഷ്ണമോള് പുറത്ത് പോയി ബാലചന്ദ്രനോട് പറയാൻ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാജീവനും ശിവനും കൂടി രോഹിത്തിനെയും ബബീനെയും വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രോഹിത് ആണെങ്കിൽ അലീനെ വല്ലാതെ തുറച്ച് നോക്കിയിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കണത് നമ്മുടെ രാജീവനും ശിവനും വന്നിട്ട് അലീനോട് പറയുന്നുണ്ട്, നിന്നോട് ഇവിടുന്ന് പോകണമെന്നൊന്നും പറയുന്നില്ല, നിനക്ക് ആരും ഇല്ലയെന്ന് വിചാരിക്കും വേണ്ട, പക്ഷേ എല്ലാം ഒന്ന് കലങ്ങി തെളിയാൻ കുറച്ച് ദിവസം പിടിക്കും, അതുവരെ നീ ഒന്ന് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയേണ്ട ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ബാലചന്ദ്രൻ വൈജയോട് വന്ന് പറയുന്നുണ്ട്, ഇനി നമുക്ക് അടുത്തത് അംഗം കുറിക്കേണ്ടേ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വൈജ പറയുന്നുണ്ട്, എനിക്ക് അംഗം കുറിക്കാൻ ഈ ബെഡിൽ നിന്ന് നീക്കണമെന്നൊന്നുമില്ല, ഈ ബെഡിൽ കടന്നിട്ട് തന്നെ എനിക്ക് എല്ലാം ചെയ്യാൻ വയ്ക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് മക്കൾ എത്ര എണ്ണമാണെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് വൈജ ഒന്നും മിണ്ടാതെ കിടക്കുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ, നീ എത്ര മക്കളെ പ്രസവിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്, എത്ര എണ്ണാന്ന് നീ പറയുന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ബാലചന്ദ്രൻ അടുത്ത് തന്നെ നമ്മുടെ വൈജയോട് എല്ലാ സത്യം തുറന്ന് പറയാനുള്ള തീരുമാനത്തിലാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.